തിരുവനന്തപുരത്തെ കൗൺസിലർ തിരുമല അനിൽ ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ കേൾക്കുന്നവർക്കെല്ലാം ഹൃദയം നുറുങ്ങുന്ന ഒരു ഫോൺ സംഭാഷണം ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ആഹാരം കഴിക്കാനാകാതെ, ഉറങ്ങാനാകാതെ, ഒറ്റപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും ദയനീയ അവസ്ഥയെക്കുറിച്ചും സഹകരണ സംഘത്തിലെ നിക്ഷേപകന്റെ മകളുമായുള്ള സംഭാഷണത്തിനിടെ അനിൽ പറയുന്നത് കേൾക്കാം. അതിൽ തിരിച്ചടവ് നൽകാനുള്ളവരെ നേരിൽ കാണാൻ ബോർഡംഗങ്ങൾ ഒരാളും എത്തുന്നില്ലെന്നതും തീർത്തും നിസ്സഹായതയോടെ, നിരാശയോടെ, അതിസങ്കടത്തോടെ അദ്ദേഹം പറയുന്നു. ആ പ്രതിസന്ധികൾക്കിടയിലും കിടപ്പു രോഗിയായ നിക്ഷേപകനെ സഹായിക്കാനൊരുങ്ങുന്ന അനിൽ എന്ന പച്ച മനുഷ്യനെയും ഈ ഫോൺ സംഭാഷണത്തിൽ തെളിഞ്ഞു കാണാം. തീരാവേദനയും സമ്മർദ്ദവും സഹിച്ചൊരു നീതിമാനെ മരിക്കാൻ വിട്ടത് എന്തിനാണ് എന്ന് BJP മറുപടി പറഞ്ഞേ തീരൂ. ചോദ്യം ലളിതമാണ്. തിരുമല അനിലിനെ കുടുക്കിയതും ഒറ്റപ്പെടുത്തിയതും മരിക്കാൻ വിട്ടതും ആരൊക്കെയാണ്? ആദ്യമാദ്യ എക്സ്ട്രാ. തിരുമല അനിൽ ജീവനൊടുക്കിയത് തലസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിക്കാൻ പടപ്പുറപ്പാട് നടത്തുന്ന BJPക്ക് പാർട്ടിക്കകത്തും പുറത്തും വമ്പൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. പിന്നാലെ പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി കൂടി ജീവനൊടുക്കിയത് BJPയെ സമാനതകളില്ലാത്ത പ്രതിരോധത്തിലാക്കി. തിരുമല അനിലിന്റെ മരണത്തിൽ വിശദീകരിക്കാൻ യാതൊന്നുമില്ലാതെ പ്രതിരോധത്തിലായ BJP ജില്ലാ നേതൃത്വം ആനന്ദ് തമ്പി BJPക്കാരനെ അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പാർട്ടി വിഭാഗീയതയും RSSുമായുണ്ടായ അകലവും ആഴത്തിലാക്കുന്നതാണ് ഇന്ന് പുറത്തുവന്ന ശബ്ദ സംഭാഷണം. സഹകരണ ബാങ്ക് പ്രതിസന്ധിയെക്കുറിച്ച് നിക്ഷേപകന്റെ മകളോട് തന്റെ നിസ്സഹായാവസ്ഥയും ദയനീയതയും സമ്മർദ്ദവുമെല്ലാം അനിൽ വിശദീകരിക്കുന്നു. അതിനിടയിലും നിക്ഷേപകന് മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കും താൻ സഹായിക്കാമെന്നും പറയുന്നു. BJP RSS നേതൃത്വത്തിനെതിരെ അതിഗുരുതര ആരോപണങ്ങളാണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത്. BJP നേതാക്കളിൽ ചിലർക്ക് മണ്ണ് മാഫിയുമായി ബന്ധമുണ്ടെന്നടക്കം ആനന്ദ് ആരോപിച്ചിരുന്നു. ഇതും BJP RSS പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥതയും ചേരിതിരിവും ഉണ്ടാക്കി. സ്വന്തം പാളയത്തിലെ പാളിച്ചകൾ താഴെത്തട്ടിൽ എങ്ങനെ വിശദീകരിക്കുമെന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ആകുന്നില്ലെന്ന് പുറത്തുവന്ന സംഭാഷണത്തിനിടെ സഹായനായി തിരുമല അനിൽ പറയുന്നു. തിരുമല അനിലിന്റെ ആ വാക്കുകളിലേക്ക്. നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാവരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ഒന്ന് സംസാരിപ്പിക്കണം, എന്നെ അവരെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് മറിച്ചെന്ന് പറഞ്ഞ് വേറെ ഒന്നിനും അല്ല മക്കളെ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. നിന്റെ ആ ഇടപെടലും സംസാരമൊക്കെ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി. ചേട്ടാ ഒരുപാട് കഴിച്ചിട്ടില്ല. ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു പകുതിയായി. മക്കളെ ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. തിരുമല അനിലിനെ കുടുക്കിയതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ തിരുമല അനിൽ ജീവൻ ഒടുക്കിയത് സെപ്റ്റംബർ 20-നാണ്. അനിൽ പ്രസിഡന്റായ തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നടന്നത് വൻ ക്രമക്കേടാണ്. ലക്ഷങ്ങളുടെ അനധികൃത വായ്പകൾ BJP ജില്ലാ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സ്വന്തമാക്കി. പലരും തിരിച്ചടവ് മുടക്കി. സംഘത്തിന് കോടികളുടെ ബാധ്യതയായതോടെ പ്രതിസന്ധിയായി. നിക്ഷേപകർ കൂട്ടത്തോടെ എത്തി. ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ അനിൽ ജീവൻ ഒടുക്കി. മരിക്കും മുമ്പ് അനിൽ എഴുതിയ കുറിപ്പിൽ സംഘം നേരിട്ട പ്രതിസന്ധി വിശദീകരിച്ചിരുന്നു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, പക്ഷേ അവർ തിരിച്ചടവ് മുടക്കി എന്നാണ് അനിൽ എഴുതിയത്. ചട്ടവിരുദ്ധ വായ്പയിലൂടെ 2,54,00,000 രൂപ സംഘത്തിന് കുടിശ്ശികയെന്നാണ് സഹകരണ വകുപ്പ് പറയുന്നത്. സജീവ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയത് നവംബർ 15-നാണ്. തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ ആനന്ദ് താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിലും BJP പരിഗണിച്ചില്ല. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ സമ്മർദ്ദം താങ്ങാനാകാതെ ജീവനൊടുക്കുകയായിരുന്നു. ആനന്ദ് BJPക്കാരനല്ലെന്നാണ് പിന്നീട് നേതാക്കൾ പറഞ്ഞത്. ഇതിനെതിരെ ഒരു വിഭാഗം BJP RSS നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. ഇതിനിടെ വന്ന മറ്റൊരു വാർത്ത, പെരിങ്ങമല സഹകരണ ബാങ്ക് ക്രമക്കേടിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിന് തിരിച്ചടിയുണ്ടായി എന്നതാണ്. സുരേഷ് 43 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണം എന്ന് സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. പെരിങ്ങമല സഹകരണ ബാങ്കിന് 4,16,00,000 രൂപയുടെ നഷ്ടമുണ്ടായ കേസിലാണ് നടപടി. ഭരണസമിതി അംഗങ്ങൾ വായ്പയെടുത്ത ഇനത്തിൽ 4,15,00,000 രൂപ തിരിച്ചടയ്ക്കണം എന്നും ഉത്തരവ് വന്നു. ഇതിപ്പോൾ ഈ ശബ്ദം ഇന്ന് പുറത്തു വന്നപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായി അത് കേൾക്കുമ്പോൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഈ ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചതിൽ അതില്ല. അതായത്
ആ വിളിച്ച് സംസാരിച്ച ആ പെൺകുട്ടിയോട്, ആ സ്ത്രീയോട് അച്ഛൻ്റെ ഡയപ്പറിൻ്റെ സൈസ് എത്രയാണ്, ഞാനത് എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്, അത് കൊണ്ടുവരണ്ട, അതൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് വളരെ മര്യാദയോടെ തന്നെ ആ സ്ത്രീയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതായത് ഒന്ന് ആലോചിച്ച് 2,15,00,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് തിരുവനന്തപുരത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിഹരിക്കാനാവാത്ത വലിയൊരു തുകയും പ്രശ്നവുമായിരുന്നു. നിശ്ചയമായിട്ടുമല്ലോ. അദ്ദേഹത്തിൻ്റെ വിലയേറിയ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നുന്നു ആത്മാർത്ഥതയുള്ള BJPക്കാർ അവിടെ ആഗ്രഹിക്കുന്നുണ്ടാവുക, ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ആ ഓഡിയോ ശകലവും കൂടെ കേൾപ്പിക്കേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ നമ്മുടെ പ്രേക്ഷകർ അത് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം അതിൽ ഈ സംഭാഷണങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി, ആ സംസാരിക്കുന്ന സ്ത്രീ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ ഒരു ആദരവ് മറുപടിയായിട്ട് അദ്ദേഹം, നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ശബ്ദത്തിൽ അതുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞിരിക്കുകയാണ് വല്ലാതെ. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഈ അടുത്ത സംഭാഷണ സ്ഥലത്ത്, നമ്മൾ കൊടുക്കാത്ത സംഭാഷണ സ്ഥലത്തിൽ നിൻ്റെ ഈ പണം തരാൻ പറ്റുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡയപ്പറിൻ്റെ സൈസ് പറഞ്ഞാൽ ഞാനത് എത്തിച്ചു കൊടുക്കാൻ ചെയ്യാമെന്ന് അദ്ദേഹം ആ നിമിഷം പറയുകയാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഹൃദയവേദന ഉണ്ടായത് ഹർഷ, കൊച്ചു പിള്ളേരാണ്, എവിടെ എത്തിയിട്ടില്ല. ഏതൊരു രക്ഷിതാവും അദ്ദേഹത്തിന് മനസ്സിൽ അപ്പം തന്നെ ഉണ്ട്, ഞാൻ മരിക്കുകയാണ്, ഞാൻ പോവുകയാണ്. അതെ, ഞാൻ ജീവിതത്തിൽ ഈ കുട്ടികളെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാനായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആ വാക്കുകളിൽ അറിയാം. എന്നിട്ട് BJP എനിക്ക് മഹാസങ്കടം തോന്നിയത് ഹർഷ, അതായത് ഇതിപ്പോൾ CPM-കാരനായിരുന്നു തിരുമല അനിലെങ്കിൽ എന്ന് ഞാൻ കുറേ നേരത്തേക്ക് ആലോചിച്ച് നോക്കി. CPM-കാരനായിരുന്നെങ്കിൽ CPM കേരളം ഭരിക്കുന്നതുകൊണ്ടും CPM ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ ഭരണ പാർട്ടിയൊക്കെ ആയതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഇതേക്കാൾ അഗ്രസീവായിട്ട് വാർത്ത ചർച്ച ചെയ്തേനെ. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ എല്ലാ ബോർഡംഗങ്ങളെയും വിളിച്ചു എന്ന്. ഹർഷൻ അറിയോ, ഏതെങ്കിലും ഒരു ബോർഡംഗത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാണ് ഈ ബോർഡംഗങ്ങൾ? CPM-കാരനായിരുന്നു തിരുമല അനിലെങ്കിൽ, അവിടുത്തെ ഏതെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു നേതാവായിരുന്നുവെങ്കിൽ ആരാണ് ഈ ബോർഡംഗങ്ങൾ എന്ന് ഫോട്ടോ വെച്ച് മനോരമ പത്രത്തിലും നമ്മളുടെ ചാനലിലോടെല്ലാം നമ്മൾ വാർത്ത കൊടുത്തേനെ. മനോരമ പത്രത്തിൽ വന്നേനെ, ഓരോ ആളുകളുടെയും ഫോട്ടോ വെച്ച് കൊടുത്തേനെ. ഇവരാണ് മറുപടി പറയേണ്ട ആളുകൾ ഈ നിന്ദ്യമായിട്ടുള്ള ഇത്രയും കഷ്ടതരമായിട്ടുള്ള സാഹചര്യത്തിൽ എന്ന് പറഞ്ഞേനെ. പക്ഷേ അതുണ്ടായില്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആദ്യ നിലക്ക് ബുദ്ധിമുട്ടിക്കരുതെന്ന ആഗ്രഹമൊക്കെ നമുക്കുമുണ്ട്. പക്ഷേ ഇത് കേട്ടാൽ ഇതിനെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആലോചിച്ചു പോലും. അതുകൊണ്ട് അധികം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാതെ ഞാനൊരു കാര്യം പറയട്ടെ, ആ കുട്ടികളെ ഈ പാർട്ടി ഏറ്റെടുക്കണം. ഹർഷൻ പറഞ്ഞതുപോലെ 2-2.5 കോടി രൂപയല്ലേ ഉള്ളൂ. ഇത് തൽക്കാലത്തേക്കെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മറിച്ചിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു പാർട്ടിയല്ല BJP. അവർ ഈ തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക് എത്രമാത്രം ഫണ്ട് പമ്പ് ചെയ്യുന്നുണ്ട്, അവരെത്രമാത്രം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് അറിയാത്ത ആളുകൾ ഇവിടെ ആരുമില്ല. അത് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതത്തെ രക്ഷപ്പെടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതമാണ്, വാല്യുബിളാണ്, അങ്ങനെ പണം കൊടുത്ത് രക്ഷപ്പെടുത്തേണ്ടിയിരുന്ന ജീവിതമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം അദ്ദേഹം നേരത്തെ കാണിച്ച കേട്ടിസയാണ്. അതായത് അദ്ദേഹത്തോട് ഇവർ പണം കിട്ടാനുള്ള സ്ത്രീ സംസാരിക്കുന്ന നോക്ക് എന്തൊരു ആദരവോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായി കാര്യം എന്നല്ലേ പറയുന്നത്. അവരുടെ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി പണം ചോദിക്കുമ്പോൾ പോലും അവർ ചൂടാവല്ല ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ആദരണീയനായ ഒരു പൊതുപ്രവർത്തകനാണെന്ന ധാരണ ആ സ്ത്രീക്കുണ്ട്. അത്രയ്ക്ക് ആദരണീയമുള്ള ആളുകളോട് മാത്രമാണ് അങ്ങനെ സംസാരിക്കുക. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഡയപ്പറിനൊരു കമ്പനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തോട് ഏത് നിലക്കുള്ള എതിർപ്പുണ്ടായിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അതിന് ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരാളായി മാറിയ അദ്ദേഹം. അതുകൊണ്ട് വാല്യുബിളായിട്ടുള്ള ജീവിതമായിരുന്നു അത്. ആ വാല്യുബിളായിട്ടുള്ള ജീവിതം സംരക്ഷിക്കേണ്ടുന്ന ചുമതല ഈ BJP പാർട്ടിക്കായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ഇനിയെങ്കിലും അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ വേദനിച്ച ആ കുട്ടികളെ പാർട്ടി ഏറ്റെടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആ പാർട്ടി കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്തട്ടെ. അതാണോ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അങ്ങനെ സംരക്ഷിക്കുന്നതായിട്ടോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നില്ല. ഒറ്റ കാര്യം കൂടി പറയട്ടെ ഹർഷ, അതായത് ഈ സങ്കടമാണ്. S. സുരേഷ് നമ്മുടെ സുഹൃത്താണ്, പലവണ നമ്മുടെ ചർച്ചയ്ക്ക് വന്നിട്ട് ആളാണ്. S. സുരേഷ് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നില്ലേ, 43 ലക്ഷം രൂപ. എനിക്ക് ലോണുണ്ട്, ഹോം ലോണൊക്കെ ആയിട്ട് നമ്മൾ പല ആളുകളും ലോൺ എടുത്തിട്ടുണ്ട്. മാസാമാസം ആൾ തിരിച്ചടക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ മാസാമാസം അവർ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ നിന്ന് മിച്ചം വെച്ചിട്ട് ലോൺ അടച്ചിട്ടാണ് ഓരോ മാസവും പോകുന്നത്. നോക്കൂ, 43 ലക്ഷം രൂപ എന്ന് വെച്ചാൽ എത്ര വലിയ എമൗണ്ടാണ്. 43 ലക്ഷം രൂപ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ തിരിച്ചടക്കുന്നില്ല. അതിങ്ങനെ വാർത്തയായിട്ട് വരികയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം ഈ സമയത്ത് ആ വാർത്ത വരുന്നത്. പക്ഷേ അദ്ദേഹം ആ പണം അടച്ചിട്ടില്ല എന്ന വസ്തുതയല്ലേ വരുന്നത്. അദ്ദേഹം അത് നിഷേധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ പണം എടുത്തിട്ട് ഓണത്തിന് ശേഷം പണമേ അടച്ചിട്ടില്ല. ഞാൻ ബോർഡംഗങ്ങളെ എല്ലാം വിളിച്ചു, പണം അടക്കുന്നില്ല ഇവർ. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പിന്നാലെ നടക്കുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ അവർ ചെയ്യുന്ന എന്ത് ജോലിയാണോ ആ ജോലിയിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഈ ലോൺ വാങ്ങിയത് അടച്ചു തീർക്കുന്നു. ലോൺ അടക്കാത്ത മനുഷ്യർ 10% ആളുകളെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ലോൺ അടച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകർ, അതും
ഉന്നതമായിട്ടുള്ള ഈ രാജ്യം 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ മറ്റ് എന്തെങ്കിലും തരത്തിൽ അടക്കാൻ നിർവാഹമില്ലാത്ത ആളുകളല്ല. ഇത് 10 5 ലക്ഷം രൂപയല്ല, 43 ലക്ഷം രൂപ ഒരു നേതാവ്. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് മരണത്തിലേക്ക് പോയി എന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ, ഇത് വേറെ ബാങ്കാണ്, പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ അവരുടെ ഉത്തരവാദിത്തം, വ്യക്തിപരമായുള്ള ഉത്തരവാദിത്തം, സാമ്പത്തികമായ ഉത്തരവാദിത്തം അവർ നടപ്പാക്കാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ വളരെ വാല്യുബിൾ ആയിട്ടൊരു ജീവിതം അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് കൊണ്ടുപോയിട്ട് കുട്ടികളെക്കുറിച്ച് വിഷമിക്കുന്നത് എനിക്കത് കേട്ടിട്ട് അത് കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെയായിരിക്കും, നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു നല്ല പൊതുപ്രവർത്തകനെ, രാഷ്ട്രീയം ഏതായാലും മറ്റു ആളുകളെ സഹായിക്കുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനെ രാജ്യത്തെ സംസ്ഥാനത്തിന് നഷ്ടമാവുകയും ചെയ്തു. ഞാൻ BJP-ക്കാരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ സംരക്ഷിക്കണം. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു, ചെറുപ്രായം തൊട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. നിങ്ങൾ ആ കുടുംബത്തെ സംരക്ഷിക്കണം. ആ കുട്ടികൾക്ക് ഒപ്പം നിൽക്കുക എന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് മാറും. നിശ്ചയമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ നേതാക്കളെ കൊണ്ടുവന്ന് എത്തിക്കരുത്. അങ്ങനെ കുടുംബത്തെയെങ്കിലും സംരക്ഷിച്ചാലൊരു ഗുണം, അല്ലെങ്കിൽ മനുഷ്യർക്ക് നിങ്ങളോടൊപ്പം ഇപ്പം നിൽക്കുന്ന നേതാക്കൾക്ക്, ചെറുപ്പക്കാർക്ക്, നിങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങളെന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള ട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അത് ഏത് പൊതുപ്രവർത്തനം ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതിലെനിക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഈ തുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി BJP-ക്ക് സമാഹരിക്കാൻ കഴിയുന്നു. ഇത്രയും അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു വാല്യൂ എത്രയാണ്, അദ്ദേഹത്തെ എത്രത്തോളം മതിക്കുന്നുണ്ട് ആളുകൾ എന്നുള്ളതിന് ഈ ഒരു ഫോൺ സംഭാഷണം തന്നെ തെളിവാണ്. സനീഷ് നേരത്തെ പറഞ്ഞ പോലെ അതിൽ നമ്മൾ കേൾക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാനിത് പലതവണ ഇത് പ്രശ്നമാക്കാൻ ഒരുങ്ങുമ്പം അനിലേട്ടൻ്റെ മുഖം കാണുന്നത് കൊണ്ട്, ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പ്രശ്നമാക്കാൻ ആക്കാതെ പോകുന്നത് എന്നുള്ളത്. കാരണം അദ്ദേഹം നിഷ്കളങ്കനാണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ ഈ അവിടെ നിക്ഷേപിച്ച ആളുകൾക്ക് പോലും സംശയമില്ല. അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിലും, അതിൽ എൻ്റെ പ്രസ്ഥാനവും ഇവിടെ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോയവരും ഈ ഭരണസമിതിയും സഹായിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വ്യഥയിലാണ് അദ്ദേഹം ജീവൻ എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ സങ്കടം. അത് തിരുവനന്തപുരത്തെ BJP നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നമായ ഒരു BJP നേതൃത്വം തന്നെയാണ്. തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പാർട്ടി ഓഫീസുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. തിരുവനന്തപുരത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളിൽ ഒരാളാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇത് സമ്പത്ത് ഒഴുകുന്ന ഒരിടത്താണ് ഇപ്പുറത്ത് ഒരാളിങ്ങനെ ഒരു 3 കോടി രൂപയ്ക്ക് താഴെയുള്ള 2 കോടിക്ക് അപ്പുറത്തുള്ള ഒരു ചെറിയ തുകയിൽ, ചെറിയ തുക എന്ന് ഞാൻ പറയുന്നത് ആ പ്രസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ ഭാരവാഹികളെ വെച്ച് നോക്കുമ്പോഴും അവർ പല കാര്യത്തിലും പലയിടത്തും ചെലവഴിക്കുന്ന തുക നമുക്കറിയാവുന്നത് കൊണ്ട് അത് നമ്മൾ നോക്കുമ്പോഴും ഒക്കെയാണ് എനിക്ക് ആ സങ്കടം തോന്നുന്നത്. കാരണം ആ മക്കളെക്കുറിച്ചുള്ള വലിയ സങ്കടത്തിൽ അദ്ദേഹം ജീവനെടുക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇവരോടെല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പറയുന്ന ഭരണസമിതിക്കാരോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഈ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ BJP നേതാക്കന്മാരോടും അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരാൾ പോലും അദ്ദേഹത്തിനൊരു കൈ കൊടുക്കാനുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായി തോന്നുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇതും വേറൊരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെ. ഇപ്പോൾ MS കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘമുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് എന്ന്. അതായത് ആരും തിരിച്ചടയ്ക്കുന്നില്ല. ആ MS കുമാറിൻ്റെ സഹകരണ സംഘം അടക്കം എന്താണ്, അത് സമ്പൂർണ്ണമായും BJP-യുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘമാണ്. MS കുമാർ ആരാണ് സനീഷ്? നമ്മളൊക്കെ ഈ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്ക് എന്നെ അറിയില്ല എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും, പക്ഷേ ഞാൻ സംഘടനയിലുണ്ടായിരുന്നത് ഇവിടെ 1-2 പേര് BJP-യിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അതിൻ്റെ നേതാവായി ഉണ്ടായിരുന്ന ആളാണ്. നമ്മളൊക്കെ ജോലി തുടങ്ങുന്ന കാലത്ത് MS കുമാർ എന്ന് വെച്ചാൽ BJP-യുടെ തോറ്റുപോകുന്ന ഒരു പാർട്ടിയായിരുന്നു ഇവിടെ. ജയിക്കുമെന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു പാർട്ടി. ആ പാർട്ടിയുടെ നേതാവായിട്ട് ചർച്ചകളിൽ സ്ഥിരമായിട്ട് മറ്റുള്ളവരുടെ ആക്രമണത്തിന് വിധേയനാകാൻ വന്നിരിക്കുന്ന ആളായിരുന്നു MS കുമാർ. അദ്ദേഹം ഇതുപോലെ തന്നെ പ്രതിസന്ധിയിൽപ്പെട്ടിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അപ്പോൾ അത്തരം പ്രതിസന്ധിയിലേക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ വിട്ടുകൊടുത്തുകൂടാ എന്നുള്ളതാണ് BJP-യോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ BJP. രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത്. പാലക്കാടും തൃശ്ശൂരും ഒക്കെ പോലെയോ അതിലധികമോ പ്രതീക്ഷ BJP-ക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. വിശ്വസിച്ച സംഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചയാളെന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്ന ആനന്ദ് കെ തമ്പി സ്വന്തം പാർട്ടിക്കാരനേ അല്ല എന്ന് തള്ളിക്കളയുകയാണ് BJP-യിലെ ചില നേതാക്കന്മാർ ചെയ്തത്. ഈ 2 മരണങ്ങൾക്കും മറുപടി പറയാതെ തിരുവനന്തപുരത്തെ BJP നേതൃത്വത്തിന് വോട്ടർമാരെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും? അതല്ലെങ്കിൽ അവർ ഉയർത്താൻ പോകുന്ന ബാക്കി എല്ലാ പ്രചാരണങ്ങളും വർത്തമാനങ്ങളും വാഗ്ദാനങ്ങളും അപ്രസക്തമാണെന്ന് RDX കരുതുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത്
നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ മുഴുവൻ ബാധ്യതകളും പരിഹരിച്ചുകൊണ്ടും ആ ബാധ്യത എന്നത് ബാങ്കിൻ്റെ ബാധ്യതയാണ്, ആ ബാങ്കിൻ്റെ ബാധ്യത പരിഹരിച്ച് ആ നിക്ഷേപകരെ സംരക്ഷിച്ചുകൊണ്ടും ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ടും മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട്. ആർ.ഡി. സുരിയുടെ വേളയിലേക്ക്